നിലവിലെ സാഹചര്യങ്ങൾ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടെൻഷൻസ് നമുക്ക് നൽകുന്നത്. ഒന്നാമത്തെ കാര്യം ഓണപരീക്ഷ മാറ്റി വെക്കണം എന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ എക്സാമിന്റെ പോർഷൻസ് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എണ്ണം കുറയ്ക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ഓണ വെക്കേഷന്റെ ദിവസങ്ങളെ ബാധിക്കുമോ? പ്രധാനമായി ഇത്രയും ചർച്ചകളാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഇപ്പം ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ആദ്യത്തെ കാര്യം ഓണം എക്സാമിന്റെ ഡേറ്റ് മാറ്റം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ പല ആളുകൾ നിങ്ങളെ കൺസേൺ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ പല ആളുകളും അത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ പല ആളുകളും വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാണാത്ത ആളുകൾ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കാണുക. രണ്ടാമത്തെ കാര്യം നമുക്ക് ഇനി ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഓണപരീക്ഷയുടെ പോർഷൻസ് കുറച്ചാൽ ഏത് പോർഷൻസ് ആയിരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഓണപരീക്ഷയെ വലിയ പ്രശ്നമില്ല നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കുക. അതിൽ ഏറ്റവും നമുക്ക് നിലവിലെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ നിലവിലെ ഓണം എക്സാമിന്റെ പോർഷൻസ് വരാൻ വേണ്ടി പോകുന്നത്. അതിൽ ലാംഗ്വേജ് സബ്ജക്ട്, അത് ഹിന്ദി ആയിക്കോട്ടെ അല്ലെങ്കിൽ മലയാളം ആയിക്കോട്ടെ നിങ്ങളുടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എല്ലാം 2 യൂണിറ്റ് വീതം നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ട് എക്സാമിന് പഠിക്കാണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇത് 2 യൂണിറ്റ് അത്യാവശ്യം പഠിക്കാണ്ട്, ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അത്യാവശ്യം പഠിക്കാണ്ട്. ഇത് എൻ്റെ ഒരു നമുക്ക് നിലവിലൊരു പ്ലാൻ പ്രകാരം ഇതൊരു 1 യൂണിറ്റ് ആക്കി എന്ത് ചെയ്യാം, നിങ്ങളുടെ എക്സാമിന്റെ അല്ലെങ്കിൽ ലാംഗ്വേജ് സബ്ജക്റ്റുകളുടെ പോർഷൻസ് 1 യൂണിറ്റ് ആയിട്ട് കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കി സബ്ജക്റ്റിൽ വരികയാണെങ്കിൽ സോഷ്യൽ സയൻസ് നോക്കുകയാണെങ്കിലും 3+3 6 സബ്ജക്റ്റ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി നിങ്ങൾക്ക് പഠിക്കാണ്ട്. നേരെ മറിച്ച് നമുക്കത് സോഷ്യൽ സയൻസ് യൂണിറ്റ് നമുക്ക് എത്രയായി കുറയ്ക്കാം? അത് ഫസ്റ്റ് ഹിസ്റ്ററിയിൽ ആദ്യത്തെ 2 ചാപ്റ്റർ, ജോഗ്രഫി 2 ചാപ്റ്റർ, അങ്ങനെ നമുക്കൊരു ഈ 6 എന്നുള്ളത് നമുക്കൊരു 4 ചാപ്റ്റേഴ്സ് നമുക്ക് കുറയ്ക്കാം. ഫിസിക്സ് ഇതേപോലെ തന്നെ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാണ്ട്. ഫിസിക്സ് വേണമെങ്കിൽ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 2 ചാപ്റ്റേഴ്സ് ഓക്കെ. നമുക്ക് ഫിസിക്സ് വലിയൊരു മാറ്റം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫിസിക്സ് നമുക്ക് 2 പഠിക്കാം. ബയോളജി 2 ചാപ്റ്റർ അത്യാവശ്യം നന്നായി പഠിക്കാനുള്ള വലിയ ചാപ്റ്ററാണ്. അതായത് ഒരു ഫസ്റ്റ് ചാപ്റ്ററും അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ ഒരു ഹാഫ് പോർഷൻ വരെയെങ്കിൽ നമുക്കൊരു 1.5 ഒരു ചാപ്റ്റർ, രണ്ടാം ചാപ്റ്ററിന്റെ ഒരു പകുതി വരെ നമുക്ക് പഠിക്കുന്ന രീതിയിലാക്കാം. അതുപോലെ തന്നെ പിന്നെ കെമിസ്ട്രി എൻ്റെ അഭിപ്രായത്തിൽ 2 ചാപ്റ്റർ, ഫസ്റ്റ് 2 ചാപ്റ്റർ അത്യാവശ്യം നന്നായി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിൻ്റെ കൂടെ 3ാമത്തെ ചാപ്റ്റർ ഇടാൻ വേണ്ടി പാടില്ലായിരുന്നു. 2 ചാപ്റ്റേഴ്സ് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് പഠിക്കാണ്ട്, അത് നമുക്ക് 2 കൊടുക്കാം. മാത്സ് ഇതേപോലെ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. 4 ചാപ്റ്റേഴ്സ് ഷുവറായി ചോദിക്കാം. 5ാം ചാപ്റ്ററിൽ കുറച്ച് പോർഷൻസ് ചോദ്യങ്ങൾ വരുന്നു പറയപ്പെടുന്നുണ്ട്. അത് കറക്റ്റ് കട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ മാത്സിലേക്കും കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ രീതിയിലാണ് നിങ്ങളുടെ ഒരു പുതിയ എക്സാം പഠിക്കണം, ഓണപരീക്ഷയുടെ പോർഷൻ ഈ രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ വരാനിരിക്കുന്ന 13ാം തീയതി മഴയും കാലാവസ്ഥയൊക്കെ അനുകൂലമാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പരീക്ഷ വെച്ച് മുന്നോട്ട് പോകാം. വിദ്യാർത്ഥികൾക്ക് അത് വലിയൊരു തലവേദനയായി മാറില്ല, ഒരു ടെൻഷനായി മാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കാരണം റിവിഷൻ ക്ലാസ് തന്നെയാണ് പരീക്ഷ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിർബന്ധമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ നിർബന്ധമായും ക്ലാസ് നമ്മുടെ 8ാം 10ാം ക്ലാസ്സിന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് വളരെ 30 മിനിറ്റ്സ് നിങ്ങൾ ചാപ്റ്റേഴ്സ് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും കാണാത്ത ആൾ അത് കാണാൻ നിങ്ങളെ റിവിഷൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തൊരു ചോദ്യം, സാറേ ഞങ്ങൾ എന്തിനെ ബാധിക്കുമോ, ഞങ്ങളെ വെക്കേഷനെ ഈ ഇപ്പോൾ ഏകദേശം ഒരാഴ്ച നമുക്ക് ലീവ് ആയിട്ടില്ലേ, നിങ്ങളെ വെക്കേഷനെ ബാധിക്കും? പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ വെക്കേഷനെ ബാധിക്കും ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമുക്കറിയാം ഓഗസ്റ്റ് മാസം നിലവിലെ നമ്മുടെ പ്ലാൻ പ്രകാരം എത്ര ദിവസം ക്ലാസ് നടത്തും നിങ്ങൾക്ക്. അതായത് ഓഗസ്റ്റ് മാസത്തെ ഒരു ഷെഡ്യൂൾ, നിങ്ങളുടെ ഒരു അക്കാഡമിക് ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 13 മുതൽ നിങ്ങളുടെ പരീക്ഷയാണ് സ്റ്റാർട്ട് ചെയ്യുക. 13 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. 21ാം തീയതി വരെ 20ാം തീയതി വരെ പരീക്ഷ. 21 നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ. അത് കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുന്നു. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മാസം നോക്കണ്ട. അതായത് ഓഗസ്റ്റ് മാസം വളരെ ചുരുക്കം ദിവസം മാത്രമേ നിങ്ങൾക്ക് വർക്കിംഗ് ഡേ ആയിട്ട് കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുള്ളൂ. ആ ദിവസത്തിലെ തുടർച്ചയായിട്ടുള്ള 5 ദിവസങ്ങൾ 31ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്താണ്. 31, 1, 2, 3, 4, 5 ഏകദേശം 7 ദിവസം, ഒരാഴ്ചയോളം അടുപ്പിച്ച് നിങ്ങളുടെ വെക്കേഷൻ പോലെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുന്നോട്ട്. സ്റ്റിൽ ഇന്നും നിങ്ങൾക്ക് എന്താണ്, ഞാൻ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് 5ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അന്നും നിങ്ങൾക്ക് എന്താണ് പല സ്ഥലത്തും ഇന്ന് അവധിയാണ്, സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല. ഇത് നാളെയും ഇങ്ങനെ തന്നെയായിരിക്കും. നമുക്കറിയാം നാളെയും വൈകുന്നേരം ഒരു 7 മണി 8 ആകുമ്പോഴേക്കും നമ്മുടെ കളക്ടർ പ്രഖ്യാപിക്കുക നാളെ സ്കൂൾ അവധിയാണ്, മഴ റെഡ് അലേർട്ടാണ്, മറ്റു കാര്യം നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത കാര്യമാണ് കാലാവസ്ഥ. നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഒരു കാര്യം നമുക്ക് ഈ വരുന്ന പോർഷൻസ് ഒന്ന് കറക്റ്റ് കട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി ഇതേപോലെ നിങ്ങൾ നോക്കി, നിങ്ങൾ ഇനി സ്കൂൾ ഇനി നാളെ മറ്റന്നാളൊക്കെ ഇനി ലീവാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ സ്കൂൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ എത്ര ദിവസം കിട്ടും? 5ാം തീയതി കഴിഞ്ഞു. ഈ 6ഉം 7ഉം കഴിഞ്ഞാൽ പിന്നെ ശനി ഞായർ വരാൻ വേണ്ടി പോകുന്നത് തിങ്കൾ ചൊവ്വ, ചുരുക്കി പറഞ്ഞ ഒരു 4 ഡേയ്സ് 4 ദിവസം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇനി നാളെ മുതൽ സ്കൂൾ കറക്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആകെ നമുക്ക് നല്ലപോലെ കിട്ടും ഒരു 4 ദിവസം. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങളെ വെക്കേഷന് വേണമെങ്കിൽ അത് ബാധിക്കാൻ പറയാൻ പറ്റില്ല. എല്ലാം തീരുമാനമെടുക്കേണ്ടത് ഗവൺമെന്റ് അതോറിറ്റിയാണ്, നമ്മുടെ സ്കൂൾ അധികൃതരാണ്. അപ്പോൾ അവരറിയുന്നവരെ നിങ്ങൾ അവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ കൊടുക്കുക. നമ്മുടെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബാച്ച് ഇപ്പോൾ കംപ്ലീറ്റ് ഫ്രീ ആണ്. എല്ലാ കുട്ടികൾക്കും പഠിക്കുന്ന ആഗ്രഹത്തോടുകൂടി റേസിന്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ഫ്രീ ആണ്. അതിന്റെ ഒരു ആക്സസ് കിട്ടാൻ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ ആപ്പിൾ സ്റ്റോറിൽ പോവുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ നിങ്ങൾ സൈൻ അപ്പ് എന്ന് കൊടുക്കുക, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക, നമ്പർ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ
നമ്മുടെ കോഴ്സ് അവിടെ കാണും. അത് ക്ലിക്ക് ചെയ്യുക. സ്റ്റഡി ശ്രദ്ധിക്കണം, ഈ കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. സ്റ്റഡി സേഫ് 100 അടിച്ചു കൊടുത്താൽ നമ്മുടെ ബാച്ചിൽ എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓണം എക്സാം നന്നായി പഠിക്കുക. നമുക്കറിയില്ല എന്താണ് മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകും. അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ യൂസ് ചെയ്ത് പഠിക്കുക. നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മാറ്റങ്ങൾക്കൊപ്പം നമുക്ക് എപ്പോഴും പറയും, ഈ സമയം നമ്മൾ എന്ത് ചെയ്യും, കടന്നു പോകും. നമ്മൾ ഈ ഒരു പ്രതിസന്ധിയെ നമ്മൾ എന്ത് ചെയ്യും, മറികടക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവലിൽ എല്ലാ സപ്പോർട്ടുമായി റൈസ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സേഫ് ആയിട്ട് വീട്ടിലിരിക്കുക.